എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നാം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ത്രിവർണ പതാക നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ ത്രിവർണ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം. 1947 ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയർന്ന ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ജീവത്യാഗത്തിൻ്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2026 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇവയുടെ നേർക്കാഴ്ചകളാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരട്ടെ. ജ്ഞാനത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമമൊട്ടാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. നന്ദി, നമസ്കാരം.